താത്താനോടക്കെങ്കിലും പറഞ്ഞു വിട്ടൂടായിന്നാ. എന്തിന്? എന്റെ ഇക്കാന്റെ വീട്ടുകാരൊന്നും വരൂലേ? എന്താ താത്താന്റെ വേഷവും കോലും ചേലും കണ്ടാ മതി. ഇക്കൊരു മോശാണ്. അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ പോവല്ലോ ജോലിക്കെന്ന് പറഞ്ഞാണ്ട് ഇന്നിപ്പോ താക്കാത്തും പോവാനില്ലേ? ഇവിടെ തന്നെ കുത്തിരിക്കുകയാണല്ലോ. ഇന്ന് നല്ലൊരു ഡ്രസ്സ് ഇടും, അതും ഇല്ല. ചീഞ്ഞഴിഞ്ഞ കീറി പാഞ്ഞ ഡ്രസ്സ് ഇട്ടുങ്ങാണ്ട് നിൽക്കും ഒരു വരുമ്പോള്. താത്താനോടെ അവര് വരുമ്പോളേ ഈ എവിടക്കെങ്കിലും മാറി നിക്കാൻ പറയും. നിർത്തടി. എന്നു മുതലാടി അനക്കേ താത്ത പൗറിന് ചേരാത്തോളായത്? അന്നെക്കാട്ടി നല്ല അന്തസ്സിലെ കൊണ്ട് നടന്നത് തന്നെ ഇന്നടി ഓളെ മാപ്പിള ഓളെ. എല്ലാം ഉമ്മാന്റെ കുട്ടിക്കും ഭയങ്കര കാര്യന്നല്ലോ അളിയനിന്ന് വെച്ചിട്ടുണ്ടെങ്കില്. അനക്കും അറിയായിരുന്നല്ലോ അളിയനെ എങ്ങനെയാണ് താത്താനെ കൊണ്ട് നടന്നിരുന്നുള്ളത്. എല്ലാരും കണ്ണേറാണോ അസൂയാണോ എന്താണെന്നൊന്നും അറിയില്ല. ഒരു ആക്സിഡന്റിലെ ഇന്റെ കുട്ടിന്റെ മാപ്പിളിനോട് പറിച്ചോൻ കൊണ്ടുപോയി. എന്നിട്ടോ ഇന്റെ കുട്ടിന്റെ ജീവിതം എങ്ങനെയായി? അന്ന് മുതലേ ഇന്റെ കുട്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഓളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഓളെ ആരാന്റെ പണിക്ക് പോണത്. അങ്ങനത്തെ ഓൾക്കെ അത്ര പത്രാസം ഉണ്ടാവുള്ളൂ. രണ്ട് മക്കളെ നോക്കി ഉണ്ടാക്കാനേ കുറച്ച് പാടന്നെയാണ്. അതിനിപ്പോ എന്റെ മാപ്പിളിന്റെ അടുത്തോരും കണ്ട് വരണതും എന്റെ അമ്മായിമാക്കൊക്കെ ഓളെ കാണുന്നതേ കുറച്ചിലാന്നുണ്ടെങ്കിലേ ഇജ്ജ് അങ്ങോട്ട് സഹിച്ചാളാ. ഓര് വരണുണ്ടെന്ന് കരുതിയാണ്ട് ഇന്റെ കുട്ടീനെ ഞാൻ മാറ്റി നിർത്താൻ പോണില്ല. ഇമ്മാക്കുണ്ടല്ല നിങ്ങൾ രണ്ട് മക്കളും ഒരേപോലെ തന്നെയാണ്. അല്ലാതെ അന്നെ പൊന്തിച്ചും ഓളെ താത്തി കെട്ടിയിട്ട് ഇക്ക് നടക്കാൻ പറ്റൂല. ഇന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു പൂതി മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലേ അതിപ്പോ തന്നെ അങ്ങോട്ട് മാറ്റിക്കാളാ. ഇമ്മാന്റെ കുട്ടിയെ ഒരു കാര്യം ആലോചിച്ചോണ്ട് ഒരാളെ വലുതാക്കാനോ താത്തി കെട്ടാനോ പഠിച്ചവർക്ക് ഒരു നിമിഷം മതിയെന്നിട്ടോ മോളെ.